നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമമെന്നത് അല്ലെങ്കിൽ നിയമത്തിൻ്റെ വ്യവസ്ഥകളെന്നത് എല്ലാ പൗരനും ഒരുപോലെയായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു കൊലപാതകം ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരു കൊലപാതകം ചെയ്താൽ നമ്മുടെ മേൽ ചുമത്തപ്പെടുന്ന വകുപ്പുകൾ ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് അതിൽ വ്യത്യസ്ത വകുപ്പുകൾ, കൊലപാതകത്തിൻ്റെ സാഹചര്യം, അത് ചെയ്യുവാനുണ്ടായ കാരണം, അതിന് പിന്നിലെ പ്രചോദനം, അതിന് പിന്നിൽ ആസൂത്രിതമായൊരു പദ്ധതി ഉണ്ടായിരുന്നു തുടങ്ങിയ ഘടകങ്ങൾ കൊണ്ട് മറിയാമെന്നുള്ളതല്ലാതെ ഭാരതീയ ന്യായ സംഹിത, അതിനു മുൻപ് ഇന്ത്യൻ ക്രിമിനൽ കോഡ്, അതനുസരിച്ച് അല്ലാതെ ക്രിമിനൽ പ്രൊസീജിയർ കോഡുകളോ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയോ അനുസരിച്ചല്ലാതെ മറ്റൊരു വ്യവസ്ഥ അവിടെ ബാധകമല്ല, എൻ്റെയോ നിങ്ങളുടെയോ മേൽ ചുമത്തപ്പെടുകയില്ല. അങ്ങനെയാണ് ഒരു നിയമവ്യവസ്ഥ ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത്. ഒരു രാജഭരണത്തിലോ അല്ലെങ്കിൽ ഒരു ഏകാധിപതിയുടെ ഭരണത്തിൻ്റെ കീഴിലോ ഇതിൽ വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ടാകും. കാരണം ആത്യന്തികമായ തീരുമാനം രാജാവിൻ്റേതാണ്. ഒരു നിയമമൊക്കെ ഉണ്ട് എന്ന് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന മറ്റ് ലോകരാഷ്ട്രങ്ങളെ കാണിക്കുവാൻ വേണ്ടി അവർ ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി തീരുമാനം രാജാവിൻ്റെയോ ഏകാധിപതിയുടെയോ ആയിരിക്കും. അതാണ് ജനാധിപത്യ വ്യവസ്ഥയും ഏകാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം. ഭാരതം ജനാധിപത്യപരമായി ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രമാണ് എന്നാണ് നാം എല്ലാം മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഒരു 80% കാര്യത്തിൽ, പ്രത്യേകിച്ച് ക്രിമിനൽ കുറ്റങ്ങളുടെ കാര്യത്തിൽ, കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലെങ്കിലും അങ്ങനെ തന്നെയാണ്. സമാനമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. പണത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ചില പ്രത്യേക പദവികളിലിരിക്കുന്നവർക്ക് ചില സംരക്ഷണങ്ങൾ, ഇവയെല്ലാം ഉണ്ട്. അതും പക്ഷേ ഭരണഘടനാനുസൃതമാണ്. മറ്റൊരു ആധികാരികതയോ അല്ലെങ്കിൽ മറ്റൊരു ആധാരശിലയോ അത്തരത്തിലുള്ള ഒരു എക്സെപ്ഷൻസിനോ അല്ലെങ്കിൽ ഒരു സംരക്ഷണത്തിനോ ഇല്ല. ഭരണഘടന, ഭാരതീയ ന്യായ സംഹിത, ഇതെല്ലാം തന്നെയാണ് ഈ വകുപ്പുകൾ നമ്മുടെ മേൽ ചുമത്തപ്പെടുന്നതിൻ്റെ, ഒരു കുറ്റവാളിയുടെ മേൽ നമ്മുടെ സമൂഹത്തിൽ ചുമത്തപ്പെടുന്നതിൻ്റെ പൊതുവായ അടിസ്ഥാനശില. ഈ കുറ്റകൃത്യങ്ങളുടെ കാര്യം പറഞ്ഞു തുടങ്ങിയത് വ്യക്തിഗത നിയമങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുവാനാണ്. വ്യക്തിഗത നിയമങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ വലിയൊരു അനീതി നമ്മുടെ സമൂഹത്തിൽ നടമാടുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ചിന്തിച്ചു നോക്കുക, മനോജ് വേണുഗോപാലിൻ്റെയോ അല്ലെങ്കിൽ മാധവൻ്റെയോ ജോസഫിൻ്റെയോ കാര്യത്തിൽ വ്യക്തിഗത തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ടൊരു ബോർഡോ അല്ലെങ്കിൽ ഒരു സംഘടനയോ സംവിധാനമോ ഇല്ല. അവിടെയും ഭാരതത്തിൻ്റെ നിയമങ്ങൾ, ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ മാത്രമാണ് പ്രസക്തം, അതുമാത്രമാണ് ആധാരശില. പക്ഷേ മജീദിൻ്റെയും മുഹമ്മദിൻ്റെയും കാര്യത്തിൽ മുസ്ലിം വ്യക്തിഗത നിയമങ്ങൾക്കായി ഒരു ബോർഡ് തന്നെയുണ്ട്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന ഒരു സംഘടന തന്നെ അവർക്കുണ്ട്. ആ സംഘടന തീരുമാനിക്കുന്ന നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് മുസ്ലിങ്ങളുടെ വ്യക്തിഗത ജീവിതം മുന്നോട്ട് പോകുന്നത് ഭാരതത്തിൽ. അതിന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഭരണഘടന പോലും സാധുത നൽകുന്നുണ്ട്. തെറ്റായൊരു തീരുമാനത്തിലൂടെ ഭരണഘടനയിൽ കൊണ്ടുവന്നൊരു കാര്യമാണ് അതെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമല്ല, ജനാധിപത്യ വ്യവസ്ഥയിൽ കൃത്യമായി വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത്തരത്തിലേ അഭിപ്രായപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് തർക്കമൊന്നുമില്ല. എന്തുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ അത് ദൗർഭാഗ്യകരമായൊരു സംഗതിയാകുന്നു എന്ന് ചോദിച്ചാൽ, ഒരു മതത്തിന് അല്ലെങ്കിൽ ഒരു സമുദായത്തിന് പ്രത്യേകം ചില അവകാശങ്ങൾ അനുവദിച്ച് നൽകുന്നു. അത് അവർ താഴേക്കിടയിലായവരായതുകൊണ്ടല്ല, അവരുടെ മതം അങ്ങനെ നിഷ്കർഷിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. നാളെ ഓൾ ഇന്ത്യ മെസ്സി ഫാൻസ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുകയുള്ളൂ, ഇത് ഞങ്ങളുടെ മെസ്സി മിഷിഹ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയാണ് എന്നങ്ങ് പ്രഖ്യാപിച്ചാൽ ഭാരതത്തിലെ നിയമം അത് അനുവദിച്ച് നൽകില്ല. സിഖുകാരുടെ കാര്യത്തിൽ സിഖുകാരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിയമം അനുവദിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തിഗത നിയമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വത്ത് ഭാഗം വയ്ക്കൽ, വിവാഹം തുടങ്ങിയ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാം ഭാരതത്തിൻ്റെ നിയമസംഹിത തന്നെയാണ് അവർക്കും ആധാരം അല്ലെങ്കിൽ അവരെയും ഭരിക്കുന്നത്. പക്ഷേ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അത്തരത്തിലുള്ളൊരു വ്യവസ്ഥയിലെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഇരട്ട നീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കാലാകാലങ്ങളായി ഏകീകൃത സിവിൽ കോഡ് എന്ന ആശയത്തെ സംബന്ധിച്ചുള്ള വാഗ്വാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഏറെ ചൂട് പിടിച്ച് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി മുന്നോട്ട് പോകുന്നതും BJP സർക്കാരിൻ്റെ കാലാകാലങ്ങളായി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുള്ളൊരു വാഗ്ദാനമാണ് ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളത്. BJP തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
2014 BJP തെരഞ്ഞെടുപ്പ് പത്രികയിൽ പല വാഗ്ദാനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ, ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എതിരാളികൾ ചിരിക്കുമായിരുന്നു. ഇപ്പോൾ BJPയുടെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഇന്ന കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു ഇടിവാള് മിന്നും. കാരണം രാമക്ഷേത്രം, ആർട്ടിക്കിൾ 370 തുടങ്ങിയ പല വാഗ്ദാനങ്ങളും, അതിനെ സംബന്ധിച്ച് കൈക്കൊള്ളുന്ന തീരുമാനങ്ങളുടെ കാര്യത്തിൽ പല വാഗ്ദാനങ്ങളും BJP നൽകിയിരുന്നു. അവയെല്ലാം ഓരോന്നായി പാലിച്ചു വരികയുമാണ്. ഏകീകൃത സിവിൽ കോഡിലേക്ക് അനുദിനം നാം കൂടുതൽ അടുത്തുകൊണ്ടുമിരിക്കുകയാണ്. അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ശക്തമായിട്ടാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന ആശയത്തെ എതിർക്കുന്നത്. എന്തുകൊണ്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നു? ആത്യന്തികമായി മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടാകും എന്നുള്ളൊരു ഭയമോ ആശങ്കയോ കൊണ്ടല്ല അവരുടെ എതിർപ്പ്. മുസ്ലിം സമുദായത്തിന് ഈ ഏകീകൃത സിവിൽ കോഡിലൂടെ, പ്രത്യേകിച്ച് ആ സമുദായത്തിലെ സ്ത്രീകൾക്ക് വളരെയധികം ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് മറ്റാർക്കറിയില്ലെങ്കിലും കുറേയൊക്കെ വിദ്യാഭ്യാസമുള്ള ഒവൈസിയെ പോലുള്ളവർ ഭരിക്കുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന് വ്യക്തമായി അറിയാം. പിന്നെ എന്തുകൊണ്ട് അവരിതിനെ എതിർക്കുന്നു? അടിസ്ഥാനപരമായി ഈ ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനും മുസ്ലിം മതപണ്ഡിതന്മാർക്കുമാണ്. കാരണം ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ എന്നതിനെ പൂർണ്ണമായും ഭരിക്കുന്നത് ഈ മതപണ്ഡിതന്മാരും ഈ പേഴ്സണൽ ലോ ബോർഡുമാണ്. വ്യക്തിഗത നിയമങ്ങളെ സംബന്ധിച്ചുള്ള അവസാന തീരുമാനം ഈ പേഴ്സണൽ ലോ ബോർഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ശക്തിയും അധികാരവും എന്നുള്ളത് മുസ്ലിം സമുദായത്തിനെ പ്രതി നോക്കുമ്പോൾ സീമകളില്ലാതെ, പരിധികളില്ലാതെ പരന്നു കിടക്കുന്നതാണ്. ആ അധികാരം പൂർണ്ണമായും നാളെ ഏകീകൃത സിവിൽ കോഡ് ഭാരതത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ, നാളെ രാവിലെ 9 മണിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിയമമന്ത്രി ലോക്സഭയിൽ അത് അവതരിപ്പിക്കുകയാണ്, ആ ബില്ല് പാസ്സാക്കപ്പെടുകയും ചെയ്തു എന്ന് കരുതുക. 10:30 പാസ്സാക്കപ്പെട്ടു എന്ന് കരുതുക. അല്ലെങ്കിൽ പോട്ടെ, വൈകുന്നേരം 5 മണിയോടുകൂടി പാസ്സാക്കപ്പെട്ടു എന്ന് കരുതുക. 5:01 മുതൽ ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെയും മുസ്ലിം മതപണ്ഡിതന്മാരുടെയും അധികാരങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുത്തലാഖ് നിയമം. മുത്തലാഖ് നിരോധന നിയമം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ എതിർത്ത് മുന്നോട്ടിറങ്ങിയത് സ്ത്രീകളാണെന്ന് കാട്ടുവാനുള്ളൊരു ശ്രമം നടന്നിരുന്നു. ഷാബാനുവിൻ്റെ കേസിൽ ഷാബാനുവിന് ജീവനാംശം നൽകണമെന്ന സുപ്രീം കോടതിയുടെ വിധിയെ രാജീവ് ഗാന്ധി ലോക്സഭയിലെ ബില്ല് പാസ്സാക്കുന്നതിലൂടെ അട്ടിമറിച്ചതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് വലിയ പ്രതിഷേധങ്ങൾ സുപ്രീം കോടതി വിധിക്കെതിരെ തെരുവുകളിൽ സൃഷ്ടിക്കുവാൻ മുസ്ലിം മതപണ്ഡിതന്മാർക്ക് സാധിച്ചു. അതുതന്നെ അവർക്ക് ഗുണകരമായിട്ടുള്ളൊരു വിധിയെ അട്ടിമറിക്കുവാൻ അവർ ഉപയോഗിച്ചത് സ്ത്രീകളെ തന്നെയാണ്. പക്ഷേ മുത്തലാഖിൻ്റെ കാര്യത്തിൽ കുടുംബത്തിനുള്ളിൽ അത്തരത്തിലുള്ള ക്രൂരതകളും പ്രാകൃതമായിട്ടുള്ള നിയമരീതികളും ഒരു പെരുമാറ്റ രീതികളും അനുഭവിച്ചും കണ്ടും കേട്ടുമൊക്കെ വളർന്ന സ്ത്രീകൾ ഇതിനെതിരെ തെരുവിലിറങ്ങുവാൻ തയ്യാറായില്ല. കേരളത്തിലൊക്കെ കുറച്ച് അഭ്യസ്തവിദ്യരായ, രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ചില തെഹൽക്കകളും ഇറങ്ങി എന്നുള്ളതല്ലാതെ സ്ത്രീകൾ ഐകകണ്ഠേന ഈ നിയമത്തെ, BJP സർക്കാർ കൊണ്ടുവന്ന മുത്തലാഖ് നിരോധന നിയമത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്, കൈയടിച്ച് സ്വീകരിക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ പ്രത്യക്ഷമായും പരസ്യമായും അവർ ആ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ല എങ്കിലും മുത്തലാഖിൻ്റെ ഭവിഷ്യത്തുകൾ കയ്പുനീര് കുടിച്ചിട്ടുള്ള ഏതൊരു മുസ്ലിം സ്ത്രീയും അത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് ഉറപ്പാണ്. അവരുടെ ആ ഒരു ചിന്തയും നന്ദിയും വോട്ടായി മാറുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം അതിന് അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും അവരുടെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മതത്തിൻ്റെ മാർഗത്തിലുള്ളൊരു രാഷ്ട്രീയ ബോധവും എല്ലാം പ്രസക്തമാണ്. അത് മറ്റൊരു അവസരത്തിലുള്ള ചർച്ചാ വിഷയമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. തിരികെ മുസ്ലിം വ്യക്തിഗത നിയമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും മാറ്റപ്പെടേണ്ട പല അനാചാരങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകളെ പ്രതിയുള്ള അനാചാരങ്ങളും ഈ മുസ്ലിം വ്യക്തിഗത നിയമങ്ങളിലുണ്ട്. ഇടക്കെട്ട് ഒരു ഭർത്താവിനെ ഒരിക്കൽ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് വിവാഹമോചനം നേടിക്കഴിഞ്ഞാൽ തിരികെ അവർക്ക് ഒന്നിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരു വിവാഹം നടത്തി ആ പുരുഷനുമായി ഒരു രാത്രി കിടക്ക പങ്കിട്ടതിന് ശേഷം മാത്രമേ സ്ത്രീക്ക് തിരികെ എത്തുവാൻ സാധിക്കൂ എന്നുള്ള നിയമം മ്ലേച്ഛമായൊരു നിയമമാണ്. ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ, പ്രത്യേകിച്ച് സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ഹനിക്കുന്നൊരു നിയമമാണ്. സ്വത്ത് വിഭജിക്കുന്ന നിയമം. സ്ത്രീക്ക് പൈതൃക സ്വത്തിലുള്ള അവകാശം പുരുഷൻ്റേതിൽ നിന്നും പകുതിയാണ്. അടിസ്ഥാനപരമായിട്ട് മുസ്ലിം വ്യക്തിഗത നിയമം
അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഖുറാനും ഹദീസും പറയുന്നത് 2 സ്ത്രീകൾ ചേർന്നാലേ ഒരു പുരുഷന് തുല്യമാകുകയുള്ളൂ. ഒരു സമൂഹത്തിലെ നിലയും വിലയും സാക്ഷി പറയുന്ന കാര്യത്തിലാണ്. അതായത് ഞാൻ പറയുന്ന സാക്ഷ്യത്തിൻ്റെ പകുതിയേ ഉള്ളൂ എന്നോടൊപ്പം മറ്റൊരു സ്ത്രീ XYZ സാക്ഷി പറഞ്ഞാൽ. 2 സ്ത്രീകളാണെങ്കിൽ ഒരുപക്ഷെ എന്നോട് തുല്യമായേക്കാം. അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് പൊതുവെ ബുദ്ധി കുറവാണ്. ഇത്തരത്തിലാണ് സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നത് ആ നിയമം. അതുകൊണ്ട് തന്നെയാണ് ആ നിയമം ജനാധിപത്യപരമായിട്ടുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടേണ്ടത്. ഒരു കാര്യം കൂടി പറയാം, അത് നേരിട്ട് നിയമവുമായി ബന്ധമില്ലെങ്കിലും ഇക്കാലത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒക്കെ വളരെ കാര്യമായി നോക്കുന്ന തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നതെന്നാണല്ലോ വെപ്പ്. അവരോട് ഒരു കാര്യവും കൂടി പറയാം. മുസ്ലിം വ്യക്തിഗത നിയമത്തിലും ഇസ്ലാമിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളിലുമെല്ലാം സ്ത്രീയെ വിശേഷിപ്പിക്കുന്നൊരു പദമുണ്ട്, ഔറത്ത്. ഔറത്ത് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം അറബിയിലാകട്ടെ ഉറുദുവിലാകട്ടെ സ്ത്രീയുടെ ഗോപ്യാംഗം എന്നാണ്. പ്രൈവറ്റ് പാർട്ട് ഒരു പാർട്ടേ ഉള്ളൂ. പ്രൈവറ്റ് പാർട്ടുകൾ പലതുണ്ടെങ്കിലും ഒരു പ്രത്യേക ഗോപ്യാംഗത്തെയാണ് ഈ ഔറത്ത് എന്ന പദം സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അർത്ഥം, അതിൻ്റെ വ്യക്തമായ നേരർത്ഥം അതുതന്നെയാണ്. അത്തരത്തിലാണ് സ്ത്രീകളെ പൊതുവെ അവർ അഭിസംബോധന ചെയ്യുന്നത് തന്നെ. പിന്നെ കൃഷിയിടങ്ങളെന്ന് അവരെ കരുതുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റ് നമുക്ക് പറയുവാൻ സാധിക്കുമോ? ഈ ഒരു പദം ഒരു ഡീഗ്രേഡിംഗ് ആയിട്ടുള്ള, വളരെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള, അപമാനിക്കുന്ന തരത്തിലുള്ള പദങ്ങൾ സ്ത്രീകളെ പ്രതി ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, കാലാകാലങ്ങളായിട്ടുള്ള ഒരു സാമൂഹിക എൻജിനീയറിങ്ങിലൂടെ, സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെ ഭരണഭാഷയിൽ പോലും ഔറത്ത് എന്നുള്ള പദം കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിച്ചു പലയിടങ്ങളിലും എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഗതി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സമൂഹത്തെ എല്ലാ തരത്തിലും ദോഷകരമായി ബാധിക്കുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും മുസ്ലിം വ്യക്തിഗത നിയമങ്ങളും യാതൊരു ഗുണവും സമൂഹത്തിന് നൽകാത്ത, സ്വന്തം സമൂഹത്തിന്, ഏത് സമൂഹത്തിന് വേണ്ടിയിട്ടാണോ ഈ നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ആ നിയമങ്ങൾ നടപ്പാക്കുന്ന ഇത്തരത്തിലൊരു സംഘടനയുള്ളത്, ആ സമൂഹത്തിന് തന്നെ യാതൊരുവിധ ഗുണവും നൽകാത്ത ഇത്തരം സ്ഥാപനങ്ങളും നിയമങ്ങളും പൂർണ്ണമായും ജനാധിപത്യ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുക തന്നെ വേണം. ഈ തുടച്ചു നീക്കലിന് ഏറ്റവും നല്ല മാർഗം ഏകീകൃത സിവിൽ കോഡാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, ഏകീകൃത സിവിൽ കോഡിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? അതോ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? മുസ്ലിം വ്യക്തിഗത നിയമങ്ങൾ നല്ലതോ ചീത്തയോ, ജനാധിപത്യ സമൂഹത്തിൽ ശരിയോ തെറ്റോ, ഇതൊക്കെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.